വുഡിയും മാരിയമ്മയുടെ ഫോർത്ത് എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും വൂജോവും മെറിയും കൂടി കിസ് ചെയ്യുകയാണ്. ഇത് ചെക്ക് കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ വൂജോന്റെ ബാക്കിൽ നിന്നും മാത്രം കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് തന്നെ ടീം ലീഡ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് ചായും ഫ്രണ്ട്സിന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ചാ പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് വൂജോവും മെറിയും റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നതും. മെറീനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് വോജ് കൂടി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഓരോരോ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളുടെ കയ്യിൽ ചുറ്റിക ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സെക്രട്ടറിയുടെ അടുത്ത് പോയി ചുറ്റികയൊക്കെ മേടിക്കേണ്ടതായിട്ട് വരികയാണ്. എങ്കിൽ പോലും സെക്രട്ടറിക്ക് സംശയം തോന്നരുതല്ലോ. സോ അവരും ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ സെക്രട്ടറിയുടെ മുമ്പിലും അഭിനയിക്കുന്നു. ഈ ഒരു വീക്കെൻഡ് മെറിയുടെയും ബൂച്ചുവിന്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ കൊള്ളാമെന്ന് സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. സോ സെക്രട്ടറിയും നമുക്ക് ഒന്നിച്ച് എവിടേക്കെങ്കിലും പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് മെറിയും ബൂച്ചുവും തനിക്ക് മറ്റു പ്ലാൻസ് ഉണ്ട് എന്നൊക്കെ അറിയിക്കുകയാണ്. പിന്നെ സെക്രട്ടറിയും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരും കെട്ടിപ്പിടിച്ചൊക്കെയാണ് വീട്ടിലേക്ക് കയറി പോകുന്നത്. ചായ ഇപ്പോൾ നന്നായി തന്നെ ബൂച്ചുവിനെ ശ്രദ്ധിക്കുകയാണ്. താൻ കണ്ടിട്ടുണ്ടായിരുന്നത് ബൂച്ചുവിനെ തന്നെയാണെന്നുള്ള ഒരു തോന്നലിലാണ് ചാ ഉള്ളത്. ചായും ആ ഒരു കാര്യമെല്ലാം തന്നെ ഹാനെ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ടീം ലീഡിന്റെ വിവാഹമൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും വിവാഹവേഷത്തിൽ നീ അയാളെ കാണുവാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല എന്നാണ് ഹാൻ പറയുന്നത്. കൂടാതെ മീറ്റിംഗിന് മുമ്പായിട്ടും അവർ അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു മീറ്റിംഗ് ഒക്കെ കൂടുവാനായിട്ട് മെറി കൂടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ടീം ലീഡിന് ഒരു പെൺകുട്ടിയുടെ കൂടെ വിവാഹവേഷത്തിലൊക്കെ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതെന്നും അവർ കിസ് ചെയ്യുന്ന കാഴ്ച പോലും താൻ കണ്ടുവെന്നും അവരുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണുവാനായിട്ട് സാധിച്ചില്ല എന്നും എല്ലാം തന്നെ ചാ പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടീനെ കാണുവാനായിട്ട് ആരെ പോലെ ഉണ്ടായിരുന്നു എന്ന് ഓയും ചോദിക്കുകയാണ്. അതിന്റെ മറുപടിയായിട്ട് മുമ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന മെറീനെ പോലെയാണ് ആ പെൺകുട്ടീനെ കണ്ടാൽ തോന്നിക്കുക എന്ന് അവളും പറയുന്നു. നീ കണ്ടത് ടീം ലീഡിനെയാണോ അല്ലയോ എന്നറിയുവാനായിട്ട് ഇത്രയേറെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോട്ടോ സ്റ്റുഡിയോയിൽ പോകുന്ന എല്ലാവരും തന്നെ അവരുടെ പേര് അതിൽ എഴുതിയിട്ടായിരിക്കുമല്ലോ അകത്തേക്ക് കയറുക. അതുകൊണ്ട് നീയും ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കോൾ ചെയ്ത് അന്വേഷിച്ച് നോക്ക്. പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആവുകയില്ലേ എന്ന് മെറിയുടെ ഫ്രണ്ടും ഒരു ഐഡിയയൊക്കെ ചായക്കും പറഞ്ഞു കൊടുക്കുന്നു. സോ ചായയും അപ്പോൾ തന്നെ കോൾ ചെയ്യുന്നുമുണ്ട്. മെറി അപ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നിയത് കൊണ്ട് തന്നെ ഫോട്ടോ സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പേര് തെറ്റായിട്ടാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വൂച്ചുവും മെറിയോട് പറയുന്നു. അപ്പോഴാണ് മെറിയും ഒന്ന് ആശ്വസിക്കുന്നത്. ഇപ്പോൾ അവരും വെഡിങ് ഫോട്ടോയിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ സംസാരിക്കുന്നു. ശരിക്കും ഫോട്ടോ എടുക്കുവാനായിട്ടായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വൂച്ചു ആണ് ഫസ്റ്റ് കിസ് ചെയ്തതെങ്കിൽ പോലും പിന്നീട് കിസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെറി വളരെയധികം ഇന്റൻസ് ആയിട്ടായിരുന്നു കിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കുറച്ച് കൂടുതലല്ലായിരുന്നോ? അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ വൂച്ചുവും ചോദിക്കുകയാണ്. വൂച്ചുവിന് മെറിയുടെ അടുത്ത് സംശയമുള്ളത് പോലെയാണ് മെറിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരും ആ ഒരു ഡിസ്കഷനൊക്കെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചതിന് ശേഷം ബൂജുവും ഇപ്പോൾ അവന്റെ ഡ്രസ് എല്ലാം തന്നെ അവൾക്ക് കൊടുക്കുന്നു. നിലവിലെ സെക്രട്ടറി ഒരു തവണ വീട്ടിൽ വന്ന് പോയ സമയത്ത് ബൂജുവും അതേ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നതെന്ന സംശയം സെക്രട്ടറിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ. സോ ഒരിക്കൽ കൂടി സെക്രട്ടറി വരികയാണെങ്കിൽ അങ്ങനെ ഒരു സംശയം തോന്നാതിരിക്കുവാനായിട്ടാണ് അവനും എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവൾക്ക് കൊടുക്കുന്നത്. നിലവില് മെറി കൊടുത്തിട്ടുണ്ടായിരുന്ന ഡിസൈൻ എല്ലാം തന്നെ ചെയർവുമണിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് നിന്റെ അടുത്ത് നിന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുവാനായിട്ട് ചെയർവുമൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വൂജുവും പറയുകയാണ്. അതായത് വൂജു ആ ഒരു കമ്പനിയുടെ തന്നെ ചെയർവുമന്റെ കൊച്ചുമോനാണെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും തന്നെ അറിയിക്കുകയില്ല. അവനും വെറും ഒരു എംപ്ലോയി എന്ന രീതിക്ക് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു സന്തോഷ വാർത്തയെല്ലാം തന്നെ ഫ്രണ്ടിന്റെ അടുത്തായിട്ട് മെറി വന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ടായിരുന്നു ഫ്രണ്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്രയും വലിയൊരു കമ്പനിക്ക് നമ്മുടെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വരികയാണെങ്കിൽ അവരുടെ മറ്റു പ്രോഡക്ട്സിനും നമ്മുടെ ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്യുവാനായിട്ട് പറയും. സോ നമുക്ക് വലിയൊരു വർക്ക് തന്നെ ആയിരിക്കും കിട്ടുക എന്ന് ഫ്രണ്ടും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് മുത്തശ്ശിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ ഫ്രണ്ട് അറിയിക്കുന്നത്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശിയുടെ അമ്മായിയമ്മയായിരുന്നു ഒരു ചെറിയ സ്റ്റീം ബൺ ഷോപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് മുത്തശ്ശിയും അത് നോക്കി നടത്തി. ആ ഒരു ചെറിയ സ്റ്റീം ബൺ ഷോപ്പിൽ നിന്നുമാണ് ഇപ്പോൾ ഉള്ള ഇത്രയും വലിയൊരു കമ്പനി തന്നെ ഉണ്ടായത്. അതെല്ലാം തന്നെ മുത്തശ്ശി ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ്. ഇപ്പോൾ 70 വയസ്സൊക്കെ മുത്തശ്ശിക്ക് ഉണ്ടെങ്കിൽ പോലും അവര് എല്ലാ ദിവസവും രാവിലെ ഫാക്ടറിക്കുള്ളിൽ വന്നിട്ട് സാധനങ്ങളുടെ ക്വാളിറ്റി എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും നോക്കി നടത്തുന്നതെന്നെല്ലാം തന്നെ ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും മെറിക്കും ആ ഒരു ക്യാരക്ടറൊക്കെ ഉള്ള മുത്തശ്ശിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. കോയുടെ അടക്കെല്ലാം തന്നെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്കിളും വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ കോയുടെ വൈഫുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വൈഫൊക്കെ വളരെയധികം വിഷമത്തിലാണുള്ളത്. പറ്റുമെങ്കിൽ കോയുടെ വൈഫിന് നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലി കൊടുക്കണമെന്ന് മുത്തശ്ശി അറിയിക്കുന്നു. ശരിക്കും കോ ആയിരുന്നല്ലോ കമ്പനിയിൽ നടക്കുന്ന തിരിമറികളെ കുറിച്ചെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് അങ്കിളിനെ ആ വിവരം എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്കിളാകട്ടെ കോ മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ എല്ലാ കുറ്റങ്ങളും കോയുടേതാണെന്നുള്ള രീതിക്ക് മുത്തശ്ശിനെയും അറിയിക്കുന്നു. അതായത് കമ്പനിക്കുള്ളിൽ ഒരു ഓഡിറ്റ് ഒക്കെ നടത്തിയ സമയത്ത്
ഒരുപാട് പണം തിരിമറികൾ നടത്തിയതായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അവനെ കണ്ട് സംസാരിച്ചു. അവനാകട്ടെ എല്ലാ കുറ്റവും ഏറ്റെടുത്തിട്ട് പണം ഉടനെ തന്നെ തിരിച്ചു തരുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കുമെന്നും എന്നോട് പറഞ്ഞു. പക്ഷെ അതിനുശേഷമായിരുന്നു അവന് അപകടം സംഭവിച്ചത്. അങ്ങനെയിരിക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ മരിച്ചൊരാളുടെ പേരിൽ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസ് മീറ്റ് ഒന്നും നടത്താതെ ആരും ഈ ഒരു കാര്യം അറിയാതെ വെക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് അങ്കിളും പറയുന്നു. അങ്കിൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയും വിശ്വസിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നിലവിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കോയ്ക്ക് പകരമായിട്ട് അക്കൗണ്ട്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് നാളത്തേക്ക് ഉൻസു നോക്കട്ടെ എന്ന രീതിക്കാണ് മുത്തശ്ശി അറിയിക്കുന്നത്. ഉൻസും അതെല്ലാം തന്നെ സമ്മതിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആന്റിയും ആ അപകടത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കാർ അപകടം ഉണ്ടായ സമയത്ത് ഒറ്റയ്ക്കായത് വളരെയധികം നന്നായി. ഫാമിലിയൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും തന്നെ അപകടം പറ്റുന്നതായിരിക്കുമെന്ന് ആന്റി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് ഇതേപോലത്തെ ഒരു അപകടത്തിലായിരുന്നല്ലോ വൂജുവിനെ നഷ്ടപ്പെട്ടത്. ആ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെ ആന്റിയും ഓർക്കുന്നത്. സോ ആന്റിയും വൂജുവിനെ വിഷമിപ്പിക്കാനായിട്ട് പറഞ്ഞതല്ല എന്നെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിലും വൂജുവിന് പിന്നീട് ഫുഡ് കഴിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അവനും അവിടെ നിന്നും എണീറ്റ് പോകുന്നു. കൂടാതെ ആന്റി ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ടാണല്ലോ ബൂച്ചു ഫുഡ് കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. സോ മുത്തശ്ശിയും ആന്റിയുടെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുകയാണ്. ആ ഒരു അപകടമൊക്കെ നടന്നിട്ട് ഇത്രയേറെ വർഷമായില്ലേ? അങ്ങനെയിരിക്കെ പൂച്ചന് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അവൻ നോർമലായിട്ട് തന്നെയാണ് പെരുമാറുന്നതെന്ന് ആന്റി പറയുന്നുണ്ട്. എങ്കിൽ പോലും ഉൻസുവും അവന് ഇങ്ങനത്തെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് വിഷമം തോന്നും. അവന്റെ കയ്യിലും കുട്ടിക്കാലത്ത് കിട്ടിയ ഒരു ടോയ് ഉണ്ട്. ആ ഒരു ടോയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവന്റെ വിഷമം എല്ലാം തന്നെ മാറ്റുന്നത്. അത് ശരിക്കും ഒരു കംഫോർട്ട് ടോയ് ആണെന്നെല്ലാം തന്നെ ഉൻസുവും അറിയിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഇപ്പോൾ ബൂച്ചും റൂമിന്റെ അകത്തേക്ക് വരുന്നു. അവനും അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ നോക്കി ഇരുന്നതിന് ശേഷം നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടോയും നോക്കി ഇരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ശരിക്കും അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത്. അവനും ഫാമിലിക്കും അപകടമൊക്കെ സംഭവിച്ചതിന് ശേഷം അവൻ പതിയെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു ഒരു ടാക്സി അവന്റെ നേർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടാക്സിയിൽ ഉണ്ടായിരുന്നതാകട്ടെ മെറിയും അതുപോലെ തന്നെ മെറിയുടെ അച്ഛനുമായിരുന്നു. മെറിയുടെ അച്ഛനും ഉടനെ തന്നെ ആംബുലൻസിനെ കോൾ ചെയ്തിട്ട് പൂജന്റെ പേരൻസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. ഇപ്പോഴാകട്ടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുവാനായിട്ട് മെറിയുടെ അച്ഛനും മെറിയും കൂടി പോലീസ് സ്റ്റേഷനിലും ഇരിക്കുകയാണ്. ബൂച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന മെറിയും ഇപ്പോൾ അവന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് എന്റെ അച്ഛൻ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നാണ്, ഇത് നീ എടുത്തോ എന്ന് പറഞ്ഞ് അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ടോയ് ഇപ്പോൾ അവനെ ഏൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. മാത്രല്ല അതിലെ ഒരു സ്വിച്ചിലൊക്കെ ഞെക്കി കഴിയുമ്പോഴത്തേക്കും നീ കരയുകയാണെങ്കിൽ നിന്നെ കടുവ പിടിച്ചോണ്ട് പോകുന്നതായിരിക്കുമെന്ന് മെറിയുടെ അച്ഛൻ പറഞ്ഞ ആ ഒരു വോയിസും കൂടി അതിൽ കേൾക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവിടേക്ക് മുത്തശ്ശി എത്തിയിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശിനെ കണ്ട് ഉടനെ തന്നെ വൂജുവും കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടുന്നു. പിന്നീട് വൂജു തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ മെറി ഉണ്ടായിരുന്നില്ല. മറിച്ച് മെറി തന്റെ ടോയ് അവിടെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ വൂജു പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു ടോയ് എടുത്തുകൊണ്ട് പോകുവാനായിട്ടും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ അപ്പോഴായിരുന്നു അവിടെ ഇരുന്ന് കരയുന്ന മെറീനെ അവനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വൂജുവിന്റെ പേരൻസ് എല്ലാം തന്നെ മരിച്ചു പോയോ, ഇനി വൂജുവിനെ ആര് നോക്കുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മെറി കരഞ്ഞിട്ടുണ്ടായിരുന്നത്. മെറീനെ അച്ഛൻ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വൂജുവും വളരെയധികം ഹാപ്പി ആയിട്ട് ആ ഒരു ടോയ്ക്ക് നോക്കിയിരിക്കുന്നു. ജിൻക്യുങ്ങിന്റെ തന്റെ പ്രണയം വൂച്ചുവിനോട് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും അതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം വൂച്ചുവിനെ വിളിച്ചിട്ട് വീക്കെൻഡ് ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വൂച്ചുവും രാവിലെയൊക്കെ ബിസി ആണെങ്കിൽ പോലും ഈവനിങ് ഫ്രീ ആകുമെന്നും ഈവനിങ് ജിൻക്യുങ്ങിനെ കാണുവാനായിട്ട് എത്താമെന്നും പറയുന്നു. അങ്ങനെ ഇരിക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സിഒനെ കാണുവാനായിട്ട് സെക്രട്ടറി എത്തുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരും സെക്രട്ടറിയുടെ കാര്യമൊക്കെ ഓർത്തിട്ട് ഒരുപാട് വിഷമം തോന്നുന്നു. അവന്റെ ബോസ് വളരെയധികം ദുഷ്ടനാണ്. അയാൾ എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും സെക്രട്ടറിക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവിടെയൊക്കെ വരേണ്ടതായിട്ട് വരികയാണ് എന്ന് നഴ്സുമാർ പറയുന്നത് ചിൻകുങ്ങും കേൾക്കുകയാണ്. അടുത്തതായിട്ട് നിലവിലെ അപ്പാർട്ട്മെന്റ് കാണിക്കുന്നു. അവിടെ ആകട്ടെ പുതിയതായിട്ട് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഒരു വീട്ടിലൊക്കെ താമസിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു വീടുണ്ടാവുക, ആ ഒരു രീതിക്കായിരുന്നു അവരും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കാരണവശാലും അവിടെ എത്തുന്ന ആർക്കും തന്നെ ആ വീട്ടിൽ ഒരാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ മെറിയും വൂച്ചുവും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സും ചെരുപ്പും ഒക്കെ ഇട്ടിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. കൂടാതെ മെറിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹണിമൂണിനെ കുറിച്ചുള്ള കാര്യം അവൾ പറയുന്നത്. അതായത് അവർ ഹണിമൂൺ പോകുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ലണ്ടനിലായിരുന്നു. അവിടെ ആകട്ടെ ഒരു സോക്കർ പ്ലെയർ ഒക്കെ ഉണ്ട്. അയാളെ കാണണമെന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവളും 10 വർഷത്തോളം കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്ന പണമൊക്കെ വെച്ചിട്ടായിരുന്നു അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് പോലും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അറിയിക്കുമ്പോഴത്തേക്കുമാണ് പണം ഒന്നും തന്നെ കൊടുത്തത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നില്ല, മറിച്ച് അവൾ തന്നെ ആയിരുന്നു എന്ന കാര്യം ഊജു മനസ്സിലാക്കുന്നത്. ഹണിമൂണിന് ട്രിപ്പ് പോകുവാനായിട്ടും അപ്പാർട്ട്മെന്റ് മേടിക്കുവാനായിട്ടും അവനൊരു ക്ലാസ്സിലൊക്കെ ചേർന്ന സമയത്ത് അതിന്റെ ഫീസ് കൊടുക്കുവാനായിട്ടും അതുപോലെ തന്നെ 2 ക്ലാസ്സിന്റെ ഒക്കെ തന്നെ ട്യൂഷൻ ഫീസ് കൊടുക്കുവാനായിട്ടും പിന്നെ അവൻ ഇൻഷുറൻസ് എടുക്കുവാനായിട്ടും അങ്ങനെ ഒരുപാട് രീതിക്ക് അവന് പണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് താൻ തന്നെയാണെന്ന്
മെറിയും അറിയിക്കുകയാണ്. നീ ഇത്രയേറെ സഹായങ്ങൾ അവന് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് അവൻ ഒരിക്കലെങ്കിലും നിന്നോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് പൂച്ച ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കാര്യം ഒരിക്കൽ പോലും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയതെന്ന് ബൂജുവും ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പൊക്കെ പോയ സമയത്ത് ബീച്ചിലെ വെള്ളത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്ന മെറീനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. സോ ബോധം വന്ന് അവൾ കണ്ണു തുറന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഫേസ് ഒക്കെ ആയിരുന്നത് കൊണ്ടും അവൻ വളരെയധികം ഹാൻസം ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ അവനുമായിട്ട് പ്രണയത്തിലായെന്നാണ് മെറി പറയുന്നത്. അന്ന് അവനുമായിട്ട് പ്രണയത്തിലായതിൽ നീ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും എന്തിനാണ് ഞാൻ എന്റെ ഹൃദയം അവനു വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നതെന്നോർത്ത് ഓരോ നിമിഷവും ഞാൻ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു മെറിയുടെ മറുപടി. അങ്ങനെ ഇരിക്കെ നീ ഉറപ്പായിട്ടും നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഉടനെ തന്നെ കണ്ടുമുട്ടുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കെ നീ ഒരിക്കലും വിഷമിക്കുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെറീനെ വൂജോൻ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് വിചാരിച്ച് അവളും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. മെറിയുടെ അമ്മ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മെറിയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഫാമിലിനെ കാണുവാനായിട്ട് പോകാമെന്നായിരുന്നു. അവർക്ക് കഴിക്കുവാനായിട്ടാണ് അമ്മയും ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയത്. മെറീനെ ഒരുപാട് തവണ വിളിച്ചിട്ട് കിട്ടാതെ ആക്കുമ്പോഴത്തേക്കും അമ്മ മെറിയുടെ എക്സിനെ കോൾ ചെയ്യുകയാണ്. മെറിയുടെ എക്സും അമ്മയുടെ കോളൊന്നും എടുക്കാതിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ജെനിയുടെ ഫോണിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജ് മെറിയുടെ എക്സും ശ്രദ്ധിക്കുന്നത്. സി എന്ന് സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നമ്പർ ആകട്ടെ താൻ ഈ ഒരു റൂമിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് ഒരു റൂം നമ്പർ ആയിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ജെന്നിയുടെ അടുത്തായിട്ട് മെറിയുടെ എക്സിനും ഒരു സംശയമൊക്കെ തോന്നുന്നു. ഇനി സിഒയും ഒരിടത്ത് പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിനെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ സിഒയ്ക്കെതിരായിട്ട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ആ ഒരു ഉപദ്രവിക്കപ്പെട്ട ആള് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സെക്രട്ടറി അവിടെ എത്തിയതിനു ശേഷം സിഒയ്ക്കെതിരായിട്ട് കേസൊന്നും കൊടുക്കുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് വലിയൊരു തുകയൊക്കെ അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുന്നു. സോ അയാളും കേസൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നുമുണ്ട്. സിഇഒ മെറിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് വൂജുവും മെറിയും കൂടി അവരുടെ അപ്പാർട്ട്മെന്റിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സിഇഒയും ഒരാളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ കൈക്ക് ചെറിയൊരു പരിക്കൊക്കെ പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് സെക്രട്ടറിയും അവരെ കോൾ ചെയ്ത് അറിയിക്കുന്നു. ശരിക്കും അയാളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത് സിഒ ആയിരുന്നെങ്കിൽ പോലും സിഒയുടെ അച്ഛൻ അതൊക്കെ അറിയിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് സിഒ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അതായത് അച്ഛന്റെ കണ്ണിൽ ഏതോ ഒരാൾ സിഒനെ അറ്റാക്ക് ചെയ്തു എന്ന രീതിക്ക് മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ സിഒയും തനിക്ക് വിശക്കുന്നു ഓരോരോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഓരോ പണികളൊക്കെ സെക്രട്ടറിനെയും ഏൽപ്പിക്കുകയാണ്. സെക്രട്ടറിക്ക് അതൊക്കെ ചെയ്യുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും സിഒ പറഞ്ഞത് കൊണ്ട് തന്നെ അതൊന്നും തന്നെ ചെയ്യാതിരിക്കുവാനായിട്ട് അയാൾക്കും സാധിക്കുകയില്ല. സോ അയാൾ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ജിൻഗുങ്ങും കാണുകയാണ്. മെറിയും ഇപ്പോൾ വൂജുവിന്റെ ബേക്കറിക്ക് വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. സോ അവൾ ഉണ്ടാക്കിയ രണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ വൂജുവിനും ഇപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. അവർ രണ്ടുപേര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്നും അതിലെ ആൺകുട്ടിയുടെ ക്യാരക്ടർ ഒക്കെ താൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്റെ കുട്ടിക്കാലത്തെ ക്രഷിന്റെ ഫേസ് ഒക്കെ വെച്ചിട്ടാണ് എന്നും മെറി അറിയിക്കുകയാണ്. പക്ഷെ ആ കുട്ടീനെ കാണുവാനായിട്ടൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൂജും അവളെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പണ്ടത്തെ ആ ഒരു ക്രഷുമായിട്ട് താനിപ്പോൾ ഒരു രീതിക്കുള്ള കോണ്ടാക്റ്റും ഇല്ല എന്ന് അവൾ പറയുന്നു. കൂടാതെ ഇപ്പോൾ ബൂജും തനിക്ക് കുട്ടിക്കാലത്ത് പോലും ഒരു ക്രഷും ഉണ്ടായിരുന്നില്ല എന്നും അവളോട് പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു വൂജുവിനെ മീറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ജിൻകുങ്ങും ഇപ്പോൾ ബൂജുവിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലത്തൊക്കെ നിൽക്കുന്നത്. സോ ബൂജു എത്താറായോ എന്ന് അറിയുവാനായിട്ട് അവൾ കോൾ ചെയ്യുന്നു. പക്ഷേ അപ്പോൾ മാത്രമായിരുന്നു വൂജും ഇതുപോലൊരു മീറ്റിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന കാര്യം ഓർക്കുന്നത് പോലും. സോ വൂജു ശരിക്കും ബിസി ആയിരിക്കുമെന്നും അതുപോലെ തന്നെ താനായിട്ട് വൂജുവിന്റെ ടൈമൊക്കെ കളയുവാനായിട്ട് ശ്രമിക്കുകയാണെന്നും തോന്നിയിട്ടുണ്ടായിരുന്ന ചിന്തിക്കും ഞാൻ സ്ഥലത്തൊന്നും എത്തിയില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കുറച്ച് തിരക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പറ്റില്ല എന്ന് പറയുവാനായിട്ടാണ് താൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ വൂജുവിന്റെ അടുത്ത് കള്ളവും പറയുന്നു. സോ ഇപ്പോൾ ഒറ്റയ്ക്കായിരുന്ന ജിൻകുങ്ങും ബാറിൽ വന്ന് ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴത്തേക്കും അവളുടെ തൊട്ടടുത്തായിട്ട് തന്നെ സെക്രട്ടറിയും വന്നിരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്. അവൾക്കും സെക്രട്ടറിനെ കാണുമ്പോൾ തന്നെ ഇതിനു മുമ്പ് താൻ കണ്ടിട്ടുണ്ടായിരുന്ന ആളാണല്ലോ ഇത് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടറിനെ ഒന്ന് സമാധാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ജിൻകുങ്ങും സെക്രട്ടറിയോട് സംസാരിക്കുന്നു. നീ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരാളുണ്ടല്ലോ അയാൾ എത്രത്തോളം ദുഷ്ടനാണെന്ന് ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. അവർ പറഞ്ഞതും ഞാൻ കേട്ടതാണ്. കൂടാതെ അയാൾക്കും വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ. അയാൾ മനഃപൂർവ്വമല്ലേ തനിക്ക് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എന്തായാലും നീ അയാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിൻകുങ് അവനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ചിൻകുങ് ആരാണെന്ന് തനിക്ക് അറിയുക പോലും ഇല്ല എന്ന രീതിക്കായിരുന്നു സെക്രട്ടറി പെരുമാറിയത്.
നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ക്യാൻസർ സെന്ററിന് ഞങ്ങൾ ഒരുപാട് വലിയൊരു ഡൊണേഷൻ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിഒ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഫേക്കായിട്ട് കാണിച്ചുകൊണ്ടാണെന്ന് നിങ്ങൾ ആരുടെ അടുത്തും പറയുവാനായിട്ട് പാടില്ല. അതിനാണ് ഞങ്ങൾ അത്രയും വലിയ തുക തന്നത്. അങ്ങനെയിരിക്കെ നിങ്ങളും സിഒനെ ജഡ്ജ് ചെയ്യുവാൻ മാത്രം ഒന്നും തന്നെ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറിയും അവൾക്കെതിരായിട്ട് സംസാരിക്കുന്നു. എല്ലാവർക്കും പണമാണ് വേണ്ടതെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? കുറച്ച് ആൾക്കാർക്ക് പണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏതൊരു കാര്യവും ശരിയാക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ ഒന്നും തന്നെ അല്ല കാര്യങ്ങള്. ഏതൊരാളും ഇമോഷണലി വീക്ക് ആകുമ്പോഴത്തേക്കും ഒരാളുടെ സപ്പോർട്ടൊക്കെ വേണമെന്ന് അവർക്ക് തന്നെ തോന്നിപ്പോകും. സോ നീ ഇമോഷണലി വീക്ക് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് നിന്നെ സമാധാനിപ്പിക്കുവാനായിട്ട് ഞാനും ശ്രമിച്ചത്. അല്ലാതെ പണത്തിന് വേണ്ടിയല്ല ഇതൊന്നും തന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചിനിക്കുങ്ങും അവനോട് സംസാരിക്കുന്നു. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കണമെങ്കിൽ എന്നെപ്പോലെ വളരെയധികം വിഷമമുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നീയും കടന്നു പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് നിന്നെ സമാധാനിപ്പിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചതെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവൾ പോലും അറിയാതെ അവളുടെ വിഷമം കൂടി അവൾ അവനോട് ഷെയർ ചെയ്യുന്നു. മെറിയുടെ അമ്മ ഇപ്പോൾ മെറിയുള്ള നാട്ടിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ മെറി ഉണ്ടായിരുന്നത് ഒരു മീറ്റിംഗിലായിരുന്നു. വൂജുവുമായിട്ടുള്ള പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു അത്. അങ്ങനെയിരിക്കെ അവൻ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്താണ് മെറിയുടെ ഫോണിലേക്ക് അമ്മയുടെ മെസ്സേജ് വരുന്നത്. അമ്മയാകട്ടെ മെറിയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് കുറച്ച് ഫുഡൊക്കെ ആയിട്ട് താൻ പോവുകയാണെന്നായിരുന്നു മെസ്സേജിൽ അയച്ചത്. സോ മെറിയും പെട്ടെന്ന് തന്നെ പ്രസന്റേഷൻ ഒക്കെ നടക്കുന്നിടത്തു നിന്നും ഇറങ്ങിയതിനു ശേഷം അമ്മേനെ കോൾ ചെയ്ത് നോക്കുന്നു. പക്ഷെ അമ്മയും തിരക്കിലായതുകൊണ്ട് തന്നെ ആ ഒരു കോൾസ് ഒന്നും തന്നെ അമ്മ കാണുന്നില്ല. കൂടാതെ പ്രസന്റേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന വൂജുവും അവിടെ നിന്നും ഇറങ്ങി ചെന്നിട്ട് മെറിയോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഞാൻ ഇതുവരെയായിട്ടും അമ്മയോട് ഞാനും വൂച്ചുവും ബ്രേക്കപ്പ് ആയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയാകട്ടെ ഞങ്ങൾ ബ്രേക്കപ്പ് ഒന്നും ആയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഞാൻ അമ്മേനെ കോൾ ചെയ്തിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുകയില്ല എന്നെല്ലാം തന്നെ വൂജുവിനോടും തുറന്നു പറയുന്നു. അടുത്തതായിട്ട് പ്രസന്റേഷൻ ഒക്കെ നടത്തേണ്ടിയിരുന്നത് മെറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൂജുവും ഞാൻ തന്നെ പോയിട്ട് നിന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മെറീനെ സമാധാനിപ്പിച്ച് അവനും പോവുകയാണ്. മെറിയുടെ അമ്മ ഇപ്പോൾ മെറിയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലെത്തുകയാണ്. അങ്ങനെയിരിക്കെ അവിടെ ഉണ്ടായിരുന്ന എക്സ് ബോയ് ഫ്രണ്ടിന്റെ അമ്മേനെയും അനിയത്തിനെയും കാണുമ്പോഴത്തേക്കും അവരുടെ അടുത്തായിട്ട് അമ്മ സംസാരിക്കുന്നു. പക്ഷെ അമ്മയും അനിയത്തിയും അവർ ബ്രേക്കപ്പ് ആയിട്ട് തന്നെ ഇപ്പോൾ കുറെ നാളായി കഴിഞ്ഞിരിക്കുന്നുവെന്നും അവരുടെ വിവാഹബന്ധം പോലും വേർപെടുത്തി കഴിഞ്ഞിരിക്കുന്നുവെന്നും എല്ലാം തന്നെ അമ്മേനെയും അറിയിക്കുകയാണ്. പക്ഷെ അമ്മയ്ക്കും അതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളല്ലേ അതൊക്കെ പറഞ്ഞു തീർക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയും വീണ്ടും അവരൊന്നിക്കണമെന്ന ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഞങ്ങളുടെ മകന് ഒരു തെറ്റുമില്ല. മറിച്ച് നിങ്ങളുടെ മകളാണ് തെറ്റുകാരി. നിങ്ങളുടെ മകൾ നല്ല രീതിക്കൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ മകന്റെയും അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മോശപ്പെട്ട ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടീനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ അവൾ വിവാഹമൊക്കെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒരു പയ്യനെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോജുവിന്റെ അമ്മ സംസാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാമല്ലോ എന്നായിരുന്നു മെറിയുടെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ മെറിയുടെ അമ്മേനെ പറഞ്ഞയച്ചിട്ട് ഗേറ്റ് അടയ്ക്കുവാനായിട്ട് വൂജുവിന്റെ അമ്മ ശ്രമിക്കുമ്പോഴത്തേക്കും മെറിയുടെ അമ്മ നിലത്ത് വീഴുകയാണ്. സോ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡൊക്കെ താഴെ പോകുന്നു. ഈ ഒരു സമയത്തായിരുന്നു നമ്മുടെ വൂജു അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ വൂജു അമ്മേനെ സഹായിക്കുന്നു. മെറിയുടെ കമ്പനിയുടെ ഓണർ മെറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞങ്ങളുടെ ചെറുവുമണെ കാണുവാനായിട്ടൊരു അവസരമൊക്കെ കിട്ടി. ഒരു പ്രസന്റേഷൻ അവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ മെറി ബിസി ആയതുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയിലെ ടീം ലീഡ് ആയിട്ടുണ്ടായിരുന്ന എന്നെ അമ്മേനെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് വൂജുവും അറിയിക്കുന്നു. മെറി ഒരു നല്ല കുട്ടിയാണ്. അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നു. അവൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും സ്വന്തമായിട്ട് അധ്വാനിച്ച് ആ ഒരു പണം കൊണ്ടായിരുന്നു ഫീസൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നതും. സോ ഒറ്റയ്ക്ക് വളർന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവൾക്കുണ്ട്. കൂടാതെ അവൾ എല്ലാവരുടെയും അടുത്ത് നല്ല രീതിക്കൊക്കെയാണ് പെരുമാറുന്നത്. ഒരുപാട് പേർക്ക് അവളെ ഇഷ്ടമാണെന്നെല്ലാം തന്നെ അമ്മ പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കും അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് വൂജുവും അറിയിക്കുന്നു. അങ്ങനെയിരിക്കെ അമ്മയ്ക്കും മെറീനെ കുറിച്ച് മാത്രമായിരുന്നു സംസാരിക്കുവാനായിട്ടുണ്ടായിരുന്നത്. സോ കുട്ടിക്കാലം മുതലുള്ള മെറിയുടെ ഒരുപാട് കാര്യങ്ങൾ വൂജുവുമായിട്ട് അമ്മ ഷെയർ ചെയ്യുന്നു. മെറിയും പ്രസന്റേഷന് ശേഷം അമ്മേനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും അമ്മയും വൂജുവിന്റെ അമ്മേനെ കണ്ട കാര്യമെല്ലാം തന്നെ അവളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നു. ഞാൻ വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീം ലീഡറിനെ കണ്ടപ്പോഴത്തേക്കും ടീം ലീഡ് ആയിരുന്നു തിരിച്ചു പോകുവാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നതെന്നും എല്ലാം തന്നെ അമ്മയും അറിയിക്കുകയാണ്. വൂജുവും അമ്മയ്ക്ക് തിരിച്ചു പോകുവാനുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നു. ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും തന്നെ നീ മെറിയോട് പറയുവാനായിട്ട് പാടില്ല. അവരെ ഒന്നും കണ്ടില്ല എന്നായിരുന്നു ഞാൻ അവളോട് പറഞ്ഞത്. സോ നീയും അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവൾക്ക് വിഷമമാകുമെന്ന് അമ്മയും വൂജുവിനെ അറിയിക്കുകയാണ്. അമ്മ പോകുന്നതിന് മുമ്പായിട്ട് കയ്യിലുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ വൂജിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനും നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തന്നെ തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് വൂജു മെറിയുടെ കോളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു മെറിക്ക് വൂജുവിന്റെ സിസ്റ്ററിന്റെ അടുത്ത് നിന്നും ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്.
നീ ഇതുവരെയായിട്ടും നിന്റെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? എന്തായാലും നിന്റെ അമ്മ വന്നു പോയിട്ട് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ടുണ്ടായെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവള് സംസാരിച്ചത്. സോ ഇപ്പോൾ മെറിയുടെ അമ്മ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ മെറിയും ഒരുപാട് വിഷമിച്ചിരിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് വൂജുവും അവളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ മെറിയും അവളുടെ വിഷമങ്ങളൊക്കെ വൂജുവുമായിട്ടും ഷെയർ ചെയ്യുന്നു. എന്റെ വിവാഹം പോലും ശരിക്കും നടന്നിട്ടില്ല. അങ്ങനെയിരിക്കെ വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഡിവോഴ്സ്ഡ് ആയെന്നൊക്കെ അറിയിക്കുകയാണെങ്കിൽ അമ്മ ഒരുപാട് വിഷമിക്കുന്നതായിരിക്കും. അത് കാരണം അമ്മയ്ക്ക് അഭിമാനക്കുറവ് പോലും ഉണ്ടാകുമെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മെറി വിഷമിക്കുമ്പോഴത്തേക്കും നീ ഒരിക്കലും അങ്ങനെയൊന്നും ഓർക്കുവാനായിട്ട് പാടില്ല. ഇതുവരെ ആയിട്ടും നിനക്ക് എന്താണ് നടന്നതെന്ന് നീ അമ്മയുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അമ്മേനെ കോൾ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറ. അമ്മയും അത് കേൾക്കുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകുമെന്ന് അവനും പറയുകയാണ്. സോ അന്ന് രാത്രി മെറിയും അമ്മേനെ കോൾ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് മെറി എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അമ്മയും അവൻ പോണെങ്കിൽ പോകട്ടെ, ഈ ലോകത്ത് അവൻ മാത്രമല്ലല്ലോ ഉള്ളത്, അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പയ്യനാണല്ലോ അതേന്ന് വിചാരിച്ചിട്ട് മാത്രമായിരുന്നു ഞാനും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ അമ്മ പറയുന്നു. ഇനിയെങ്കിലും നീ അവനെ മറന്നിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുവാനായിട്ട് നോക്ക്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ മേടിച്ചിട്ടിട്ടുണ്ടല്ലോ. നീ അവിടെ പോയി താമസിച്ചു എന്ന് അമ്മയും പറയുകയാണ്. അതായത് നേരത്തെ അമ്മയും കുറച്ച് പണമൊക്കെ കൊടുത്തിട്ട് അവളും ഒരു അപ്പാർട്ട്മെന്റിന് ഡെപ്പോസിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അവളോട് അവിടെ താമസിച്ചോളുവാനായിട്ടാണ് അമ്മ പറയുന്നതെങ്കിൽ പോലും ഇപ്പോൾ അവളും അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അമ്മയോട് പറയുന്നു. ഞാൻ പലതവണ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന വൂച്ചിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിലവിൽ ലക്കി ഡ്രോ വഴി അപ്പാർട്ട്മെന്റ് കിട്ടിയ കാര്യം ഒന്നും തന്നെ അവനും അറിയിക്കയില്ല എന്ന് മറി പറയുമ്പോഴത്തേക്കും നീ ഒരിക്കലും ഡിവോഴ്സ്ഡ് ആണെന്നുള്ള കാര്യം ആ അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ അറിയുവാനായിട്ട് പാടില്ല. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല. നീ ഒരിക്കലും ആ ഒരു അപ്പാർട്ട്മെന്റ് കൈവിട്ട് കളയരുതെന്നാണ് അമ്മ നൽകുന്ന ഉപദേശവും. മെറിയും അമ്മയും വൂജും കൂടി ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നീയായിട്ട് തന്നെയാണ് നിന്റെ സന്തോഷം ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്തുണ്ടായിരുന്ന വൂജുനെ കീറിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് ഡാൻസ് ചെയ്യുകയാണ്. ഇപ്പോൾ ജെനീനെ വൂജുനെയും കാണിക്കുന്നു. അവരെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ജെനിക്കൊരു മെസ്സേജ് ഒക്കെ വരുമ്പോഴത്തേക്കും ജെനിയും തന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നും സോ ഫ്രണ്ടിനെ കാണുവാനായിട്ട് ഇതിനു ശേഷം പോകുമെന്നും അറിയിക്കുന്നു. ആ ഒരു സമയത്തെല്ലാം തന്നെ വൂജുനും ജെനിയുടെ അടുത്ത് നല്ല രീതിക്ക് സംശയമുണ്ടായിരുന്നു. ജെനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോകുവാനായിട്ട് വൂജുവിനെയും ജെനി പറഞ്ഞയക്കുന്നു. പക്ഷേ ജെനിയുടെ അടുത്ത് സംശയമുണ്ടായിരുന്ന വൂജു ആകട്ടെ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയിട്ട് ജെനിനെ ഫോളോ ചെയ്തും പോകുന്നു. സോ ജെനി മറ്റൊരു ലിഫ്റ്റിൽ കയറി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും ജെനി ഏത് ഫ്ലോറിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ സംശയിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നേരത്തെ അവൾക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജിനെ കുറിച്ച് അവനും ഓർക്കുന്നത്. സോ ആ ഒരു മെസ്സേജിൽ കണ്ടിട്ടുണ്ടായിരുന്ന റൂം നമ്പറൊക്കെ നോക്കിയിട്ട് അവനും ആ നമ്പറുള്ള ഫ്ലോറിലേക്കും പോകുന്നു. പക്ഷെ അപ്പോഴാണ് അവന്റെ ഹോട്ടലിന്റെ കീ വർക്ക് ചെയ്യുന്നില്ല എന്ന കാര്യം അവന് മനസ്സിലാക്കുന്നത്. സോ അവന് ആ ലിഫ്റ്റ് വഴി പോകുവാനായിട്ട് സാധിക്കുന്നില്ല. സോ ലിഫ്റ്റിലുണ്ടായിരുന്ന ആൾക്കാര് ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവനാകട്ടെ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയിട്ട് സ്റ്റേഴ്സ് വഴിക്ക് ഓടിപ്പോകുന്നു. അവർ ഓടി ഓടി ഏറ്റവും ഒടുവിലായിട്ട് ജെനി പോയിട്ടുണ്ടായിരുന്ന അതേ ഫ്ലോറിൽ എത്തുകയാണ്. ജെനി ഒരാളെ കാണിക്കും, അയാളെ കിസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച വൂജ് കാണുമ്പോഴത്തേക്കും വൂജ് മൊത്തത്തിൽ തകർന്നു പോകുന്നു. അമ്മ കൊണ്ടുവന്ന ഫുഡ് എല്ലാം തന്നെ മെറി കഴിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അമ്മ എത്ര നോക്കിയിട്ടും അമ്മയുടെ പേഴ്സ് കാണുവാനായിട്ടില്ല എന്ന കാര്യം മെറീനെ അമ്മ കോൾ ചെയ്ത് അറിയിക്കുന്നത്. സോ ഉറപ്പായിട്ടും ആ ഒരു പേഴ്സ് നിന്റെ ടീം ലീഡിന്റെ വണ്ടിയിലായിരിക്കും ഉണ്ടാവുക. സോ അയാളോട് അതൊന്ന് നോക്കാനായിട്ട് പറയാമോ എന്നൊക്കെ അമ്മയും ചോദിക്കുന്നു. മെറിയും ഇപ്പോൾ പേഴ്സിന്റെ കാര്യമൊക്കെ വൂജുവിനെ അറിയിക്കുന്നുണ്ട്. സോ വൂജുവും വണ്ടിയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അമ്മയുടെ പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവനും ആ ഒരു പേഴ്സ് വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്തുണ്ടായിരുന്ന പണ്ടത്തെ ഒരു ഫോട്ടോ അവന് കിട്ടുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് നേരത്തെ ഹോട്ടൽ റൂമിലൊക്കെ എത്തിയ സമയത്തും ഇതേ ഫോട്ടോ മെറിയുടെ റൂമിൽ വെച്ച് അവൻ കണ്ടിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഓർക്കുന്നത്. അതിലാകട്ടെ പണ്ട് വൂജുവിന് കൊടുത്ത അതേ ടോയ് പിടിച്ചുകൊണ്ടായിരുന്നു മെറി നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടി അത് മെറി തന്നെയാണെന്ന് അവനും ഉറപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നു. പണ്ട് അവൻ യുഎസിലായിരുന്നല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വണ്ടി അവന്റെ നേർക്ക് വരുമ്പോഴത്തേക്കും അവനും ഒരുപാട് പേടിച്ചൊക്കെ പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾ ചേർന്ന് അവനെ സമാധാനിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവനും ഒരുപാട് വിഷമമൊക്കെ തോന്നിയ ആ ഒരു സമയങ്ങളിൽ പോലും തന്നെ ഓർത്ത് വിഷമിച്ച തനിക്ക് ഒരു ടോയൊക്കെ സമ്മാനമായി നൽകിയ ആ ഒരു പെൺകുട്ടിയെ കുറിച്ചായിരുന്നു അവൻ ഓർത്തുകൊണ്ടിരുന്നതെല്ലാം തന്നെ. അതിനുശേഷവും മെറി ഓരോരോ കാര്യങ്ങൾ പറയുവാനായിട്ട് അവനെ കോൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ അവനും ഒരുപാട് ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് സെക്രട്ടറിയും സിഒയും കൂടി അടുത്ത ദിവസം അവളുടെ വീട്ടിൽ വരുമെന്നും ആ ഒരു ദിവസം വീട്ടിൽ ഉണ്ടാകാമോ എന്നും ബൂജുവിനോട് ചോദിച്ച സമയത്ത് അവനും ഒരുപാട് ഹാപ്പി ആയിരുന്നു.
പിന്നീട് സെക്രട്ടറിയുടെ മുമ്പിൽ അഭിനയിക്കുന്ന സമയത്തെല്ലാം തന്നെ അവനും അതെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയും മെറീനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും അവനും അതെല്ലാം തന്നെ ആസ്വദിച്ച് കേട്ടുകൊണ്ടും വരുന്നു. അവൾക്കും എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല. എന്തായാലും അവൾ എന്നെ ഒരുപാട് രീതിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതായിരിക്കുമെന്ന് അവനും ഓർക്കുന്നു. ഇതേ സമയത്തായിരുന്നു മെറിയുടെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുണ്ടായിരുന്ന വൂജു നാട്ടിലേക്ക് എത്തുന്നത്. സോ വൂജുവും ഇപ്പോൾ മെറീനെ കോൾ ചെയ്യുന്നു. മെറിയും അറിയാതെ നമ്മുടെ വൂജു ആയിരിക്കുമെന്ന് വിചാരിച്ച് ആ ഒരു കോൾ എടുക്കുന്നുമുണ്ട്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.